പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷാപ്പിൽ കയറിയ വൃദ്ധൻ എന്തുണ്ട്? കട്ടിങ്ങും ഷേവിങ്ങും രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ. ദയവ് ചെയ്ത് ആരും ബിനീഷ് ബാസിന്റെ കുഴിനകത്തെ കയറി ചവിട്ടരുത്. കഴിഞ്ഞ ഓണത്തിന് ചവിട്ടിയിട്ട് എസ്ഐയുടെ തൊപ്പി പോലെ നിന്നാ. ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. ഇതെന്തായാലും ശോഭക്ക് ചിരി വരും. ഭയങ്കര തമാശ. ഞാൻ രണ്ട് സംഭവം നോക്കിയത്. ഞാൻ അന്നേനെ നോക്കണം, തൂങ്ങി കിടക്കണം അന്നേനെ നോക്കണം. ഞാൻ ഈ വടം നോക്കണം, അവളെ കയറി ചവിട്ടാതെ നോക്കണം. എന്തൊക്കെ അതിനിടയ്ക്ക് പാവാട വിരിച്ചിട്ടൊക്കെ ഞാൻ അതിനകത്ത് ചവിട്ടി തെന്നി തെന്നി കൂടാ. ശോഭക്ക് തമാശ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല അല്ലേ? എന്നാ പിന്നെ വേറൊരു തമാശ പറയാം. ഫ്ലവേഴ്സിന്റെ ഫ്ലോറില് സ്റ്റാർ മാജിക് എന്നുള്ള പ്രോഗ്രാമിന്റെ ഇതിലാണ്. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞിങ്ങനെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പോ ഇനി ബാക്കി ഇവര് ചോദിക്കും. പെണ്ണിനും ചെറുക്കനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാം. ഒരു മാറ്റവും ഇല്ലല്ലോ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ജയറാമേട്ടൻ മിമിക്രി ഫീൽഡിൽ വന്നപ്പോ പോലും ഇത്രയും ഓഡിയോ കാസറ്റിൽ വർക്ക് ചെയ്തിട്ടില്ല. എന്ത് ചെയ്യുന്ന കോമഡിയാണ്? ഏളി എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ പോലെ ഒരു വേഷങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. എന്തോന്നു? ഏളി എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ പോലെ ഒരു വേഷങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. രണ്ടുപേരുടെ അതൊക്കെ വല്ല ഒരു ഇപ്പോഴും ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവങ്ങളാണ്, നിമിത്തങ്ങളാണ്. കേളി എന്റെ മൂവിയല്ല. കേളി എന്റെ മൂവിയല്ല. എനിക്കറിയാം. അതിനകത്ത് മറ്റേ ഇവരാണ്. അതല്ല ഉദ്ദേശം. അതിനകത്ത് മറ്റേ ഇവരാണ്. പോട്ടെ, കൈവിട്ടു പോട്ടെ. അല്ല, സാറില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. എന്നെ തൊഴിൽ പോയില്ലേ? ഇങ്ങനെയാണെങ്കിലും എന്റെ അടുത്ത് പാർവതി ചേച്ചി സംസാരിച്ചു. ഇനി കിടന്ന് ഉരുണ്ടിട്ട് കാര്യം. കരയടാ, ഇനിയെങ്കിലും നിനക്കൊന്ന് കരഞ്ഞൂടെ? ഒരു തുള്ളി കണ്ണീരെങ്കിലും പുറത്തു വരട്ടെ. നീ ഉള്ളി പൊട്ടി കരയണം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കലാഭവൻ ബിനു. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.